കട്ട്ലേറ്റോ ചിക്കൻ സ്മോൾ ക്യാറ്റ് ടുഡേ മേരെ വൈഫ് ഡോണ്ട് വറി മക്കളെ. ഇതാണ് അൽഫി. എന്റെ ഷൂ. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. വിൻഡോയുടെ പുറത്തൊക്കെ നോക്കിയാൽ വല്ല ചൈനയത്തെ ഫ്ലാറ്റിന്റെ പോലൊക്കെ തോന്നില്ലല്ലേ. ഇന്നൊരു കിടുക്കാച്ചി സർപ്രൈസ് വീഡിയോ ആണ് ഗൈസ്. എനിക്ക് അടി കിട്ടാൻ പോകുന്ന വീഡിയോ ആണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താന്നൊക്കെ പറഞ്ഞത്. ഞാൻ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് പൂച്ച. അൽഫിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പേടി മാത്രമല്ല, ആയിട്ടുള്ള ഇഷ്ടമല്ല. ഓക്കെ, അങ്ങനത്തെ സംഭവം. ഞാൻ കുറെ കാലമായി പൂച്ചനെ വാങ്ങുന്നതാണ്. അപ്പോൾ നോ 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 എന്ന് പറയാറുണ്ട്. അപ്പൊ ലാസിനെ കൊണ്ടുവരണം വിചാരിച്ചു, അപ്പോഴും നോ നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്ത ഒരു പൂച്ചനെ വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം അവിടെ പോയിട്ട് ഇപ്പോൾ പെറ്റ് കെയറിൽ പോയിട്ട് ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ചെറിയ ക്യൂട്ട് ക്യാറ്റ്സ് ഉണ്ട്. രണ്ടിനെ വാങ്ങണം. ഒന്നാമത് നമ്മളെ ഫ്ലാറ്റിൽ സ്ഥലമില്ല, എന്നാലും നമ്മൾ വാങ്ങും. എന്നിട്ട് അവളുടെ റിയാക്ഷനാണ് അറിയാം. മിക്കവാറും അവൾ രണ്ടിനെ എടുത്തിട്ട് പുറത്തേക്ക് കളയാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം ഇപ്പം കറന്റ് അവൾ ഉറങ്ങുകയാണ്. നമുക്ക് രണ്ട് പൂച്ചനെടുത്ത് ഒന്ന് ഇപ്പുറത്തും കൊണ്ടുവെക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ് മുടി വെട്ടിയത്? നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രീമിയം സർവീസ് ആയിരുന്നു. എൻ്റെ മുടി അവർ കറക്റ്റാക്കി വെട്ടി, ഭയങ്കര സ്റ്റൈലാക്കി വെട്ടി സെറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കാട്ടുവാസികൾ മാതിരിയായിരുന്നു അവിടെ പോയത്. പക്ഷെ വന്നപ്പോൾ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കായി. അവളത് എന്താ പറ്റിയ വെച്ചാൽ അവൾ കുറച്ചധികം കുറച്ച് വേറെ വിഷയമൊന്നുമില്ല. ഇന്നലെ ഇവന്റ് ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടിയിട്ട് വെട്ടിയായിരുന്നു. ഓറാന്നാട്ടോ നമ്മളെ സ്റ്റേഡിയത്തിന്റെ മുമ്പിലുള്ള ഒരു പ്രീമിയം സലൂണാണ്, ഫസ്റ്റ് ഫ്ലോറിൽ. സോ അടിപൊളി പരിപാടി. ആ ഒരു ദിവസം പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് മേക്ക് ഓവർ, കളർ, നമ്മൾ മുടി കളർ ചെയ്യും ഗൈസ്. വീണ്ടും ഏത് നല്ല കളർ ഉണ്ടെങ്കിൽ താഴത്ത് സജസ്റ്റ് ചെയ്യും. ഓക്കെ, കൂടുതൽ ലൈക്ക് കിട്ടുന്ന കളർ എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. സോ നമ്മളുടെ പെറ്റ് കെയർ എത്താനായി ലെറ്റ്സ് ഗോ. എപ്പം പോകുമ്പോൾ ഈ ബിൽഡിംഗ് ഇവിടെ കാണും ഗൈസ്, കണ്ടില്ലേ? ഈ പൊടി പിടിച്ച് കിടക്കുന്ന ബിൽഡിങ്ങിൽ ഇവിടെ ആരോ തൂങ്ങി മരിച്ചാണ് കേട്ടോ. ഏതോ സ്റ്റോറി ഇട്ടിട്ട്, സത്യാവസ്ഥ എനിക്ക് എന്താ അറിയില്ല. ഇത് പറഞ്ഞാൽ കൊച്ചിയിൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഗൈസ്, അബാൻഡൻ ആയി കിടക്കുന്നത്. നമ്മളെ ഫ്ലാറ്റ് നോക്കിയാലും കാണാം കുറെ ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. എത്ര പൈസ മുടക്കി ഉണ്ടാക്കുന്ന സാധനമല്ല ഇങ്ങനെ ചുമ്മാ കിടക്കുന്നത്. അപ്പൊ മൊത്തം യൂട്ടേൺ എടുത്ത് നമ്മളെത്തി പെറ്റ്സ് ഹൈവിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കാർ പാർക്ക് ചെയ്ത് നമുക്ക് കയറി നോക്കാം. ഇവിടെ പ്രാവുകളുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രാവുണ്ട് കേട്ടോ. എന്ത് ഭംഗിയുള്ള അഴകിയ പ്രാവുകളുടെ. ഇവിടെ വെള്ളാരപ്രാവുകൾ. ഇവിടെ കോഴിയൊന്നും വാങ്ങണ്ട നമുക്ക്. അല്ല, കോഴിനൊക്കെ വാങ്ങി അവള് കറി വെക്കും. ഉച്ചക്കൊന്നും കഴിക്കാനില്ലെന്ന് ആലോചിക്കുമ്പോഴേക്കും അവൾ ഇങ്ങനത്തെ ഓരോന്ന് കാണാം. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവള് തട്ടി കട്ട്ലേറ്റോ ചിക്കൻ റോളോ അല്ലെങ്കിൽ എന്താ പറയാ, ഇത് കോഴിയൊന്നല്ല, എനിക്കറിയില്ല കേട്ടോ. കോഴിയും പ്രാവ്, എന്റെ കണ്ണിൽ കോഴിയും പ്രാവാണ്. ഇനി ഇതിന് വേറെ എന്താ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ മൃഗങ്ങളുടെ സംസ്ഥാന സമ്മേളനം നയിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ ചെറിയ ചെറിയ തത്തുമ്മച്ചി. ഇത് വേറെന്തോ ചെറിയ ചെറിയ കിളി. ലോട്ട്സ് ഓഫ് തത്തകൾ. നമ്മളെ റോഷന്റെ കയ്യിലുണ്ട് സംസാരിക്കുന്ന ഒരു തത്തം പട്ട. അങ്ങനത്തെ വാങ്ങണം എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ ഇതിൽ സൗണ്ട് ഉണ്ടാക്കും. അതാ നമ്മൾ പറയുമ്പോൾ അല്ല, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി കളിക്കും. അല്ലെങ്കിൽ നമുക്ക് അൺബോക്സിംഗ് ടൂർ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മീനുകളെ പരിപാടി നമ്മൾ പണ്ടേ വിട്ടതാണ്. മീൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ മറ്റേ അക്യൂരത്തിൽ ഇടാൻ വേണ്ടി നമ്മളെ ബായിയാണ് ഇവിടുത്തെ ഓളിനോൾ. വീണ്ടും ഒരു തത്തമ്മ. നമ്മള് ബായ് ഇതാ വലിയൊരു തത്തമ്മ എടുക്കുന്നത്. नाम किधर, नाम का क्या है? चिक्कू. चिक्कू, ओह माय गॉड. इधर से हमारे पास चिक्कू है. तो नाम भी हिंदी भाई. हमारे एक तो टू स्मॉल कैट, क्यूट कैट अवेलेबल है. या कैट्स ഓർഡർ ഉണ്ട്. അപ്പോൾ ഇതിന് ഏതെങ്കിലും എടുക്കാം. എനിക്ക് ഹിന്ദി മേരെ കുച്ച് नहीं है. ഞാനപ്പോൾ ഇത് രണ്ട് പൂച്ചകൾ ആകുന്നുണ്ട്. ഒന്ന് ഇതും ഒന്ന് അതും. ആഹാ, കൂട്ടെന്ന് പറഞ്ഞ് മിടുക്കൻ. രണ്ടാമത്തെ പുറത്ത് മിടുക്കൻ. ടുഡേ മേരെ വൈഫ് മേരെ മർഗയാ. ഇവിടെ ചെമ്മീൻ കണ്ടോ ഗൈസ്? ചെമ്മീൻ ഇങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ കുറച്ചധികം കൃഷി ചെയ്തിട്ട് സ്വന്തം ചെമ്മീനെ കഴിക്കായിരുന്നു. നമ്മൾ സാധനം വാങ്ങി. അവനക്ക് ഹിന്ദിയാണ്, എനിക്കാണ് ഹിന്ദി ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ സാധനം സെറ്റ് ചെയ്ത് ഓണറെ ഓൾറെഡി വിളിച്ചിരുന്നു. നമ്മൾ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. സോ സാധനം വാങ്ങി. അപ്പം ഇനി കട കൊണ്ടുപോകണം, ഫ്ലാറ്റിൽ കൊണ്ടുപോയി. ഇന്ന് മിക്കവാറും ഫ്ലാറ്റിൽ നിന്ന് പുറത്തായിരിക്കും. കാരണം അവൾ ഇതിനെന്തായാലും ഇത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. സോ നമ്മൾ 1 BHK ഫ്ലാറ്റ്, എൻ്റെ അവിടെ സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ട്.
ഇനി നമുക്ക് നോക്കാം, അവളെ സർപ്രൈസ് ചെയ്യും ഗൈസ്. ഡോണ്ട് വറി മക്കളെ, ഐ ഹാവ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് കാറ്റ്സ്. ഓക്കെ, നമ്മളെ ചെക്കനവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മുമ്പത്തെ കാറ് കണ്ടോ? അത് ഏത് കാറ്? മെക്ലാരൻ ആണെന്ന് തോന്നിട്ടോ. സീരിയസ്ലി മെക്ലാരൻ തോന്നുന്നു. അന്നേരം മെക്ലാരൻ നേരിൽ കണ്ടിട്ടില്ല. ലാംബോർഗിനി മറ്റേ കണ്ടു, പക്ഷെ മെക്ലാരൻ ഇതുവരെ കണ്ടില്ല. നമ്മുടെ നാട്ടിൽ റെയർ അല്ലെന്ന് തോന്നുന്നു. റെയർ ആണ് അത് ഈ റോട്ടിലൂടെ. അൺബിലീവബിൾ. ഫൈനലി നമ്മളുടെ കാറ്റോടുണ്ട്. കരയണ്ട പരിഹാരം ഉണ്ടാക്കാം. മിയാവ് മിയാവെന്ന് ചെല്ലുന്നുണ്ട്. തുറക്കൂ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് അടിക്കണം. ഈ വീഡിയോൻ്റെ ലൈക്ക് കണ്ടിട്ടെങ്കിൽ ഉള്ളത് ഇവിടെ വെക്കാൻ സമ്മതിക്കും. സോ നമുക്ക് രണ്ടും കൽപ്പിച്ച് ബെല്ലടിക്കാം. ഹേയ് ബേബി, തക്കോട് റെഡി ആയില്ല. ഞാൻ മുടി വെട്ടിയതൊക്കെ പറഞ്ഞ് ഇന്ന് ഉണക്കൊരു സർപ്രൈസ് ഇருக்கு. बहुत अच्छा സർപ്രൈസ് ഇருக்கு ഉനക്ക്. അകത്തേ കേറ്. സുന്ദരി ആയിനല്ലോ. കരച്ചില്ലേ? ആ എന്താ ബേബി? ഡോറടിക്ക്. എന്താ ഇതെന്താ? ഇത് മറ്റേ റേഡിയോ വാങ്ങിയതാ ഞാന്. റേഡിയോ സാലി, ഞാൻ മണ്ടിയല്ല. രണ്ടെണ്ണം. ക്യാമറ മാറ്റി ഇല്ല, പൊക്കോ. നീ ഇതിനെ കണ്ടു കഴിഞ്ഞാ നീ എന്തിനാണ് നീ പൂച്ചനെ? എനിക്ക് വയ്യ. എല്ലാരും നീ ഇതിനെ കണ്ടു കഴിഞ്ഞാ നീ ഇതിനെ എനിക്ക് ഞാൻ ഇന്ന് വരെ എനിക്ക് എന്റെ വീട്ടിലുണ്ട്, എന്റെ വാപ്പ വളർത്തുന്നുണ്ട് പൂച്ച. നിന്റെ വാപ്പ വളർത്തുന്ന മറ്റേ ലോക്കൽ കാറ്റ് അല്ലേ? ലോക്കലായാലും പേഴ്സൺ ആയാലും ഇന്റർനാഷണൽ ആയാലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഞാൻ നിൽക്കുന്ന അതേ റൂമില് ഓക്കെ, പുറത്തിട്ട് പട്ടീനെയും പൂച്ചേനെയൊക്കെ വളർത്തുന്ന നമ്മള് നമ്മൾ രണ്ട് പൂച്ച നമ്മൾ ഒരുമിച്ച് വളർത്തുമ്പോ നമുക്ക് കുറച്ചുകൂടി ഇത് കുറവായിരിക്കും. അവര് തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ച് നടന്നാൽ അതിന്റെ അപ്പി മൂത്രം ഫുഡ് ഞാൻ നോക്കും. എനിക്ക് നിന്നെ ഇവിടെ തീറ്റിപ്പൊച്ചാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ടൊരു ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരാള് ഒരു പൂച്ചേനെ, അതും രണ്ടെണ്ണത്തിന്. ഒന്ന് നമ്മളുടെ അപ്പുറത്തും ഒന്ന് നമ്മളുടെ ഇപ്പുറത്തും. എവിടെ ഇപ്പുറത്ത്? നമ്മളെ ബെഡില് രാത്രി ഞെക്കി കൊല്ലാനാ സാലി. നടക്കൂല. എനിക്ക് താല്പര്യമില്ല ഒരു ആനിമല് ഇങ്ങനെ വീട്ടില് റൂമിൽ. മനുഷ്യനാണോ? ബേബി സുറാത്ത് പാലത്തിന്റെ എന്നാ ബാക്കിയുള്ള അറാമ്പറപ്പ് എല്ലാം ചെയ്തിട്ട് പൂച്ചനെ വളർത്തി പൂച്ചയുടെ കൈ പിടിച്ച് പൊക്കോ. ഞാൻ പൂച്ചനെ എടുത്തു തരാം, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. നമുക്ക് അൺബോക്സ് നിനക്ക് കാണിച്ചു. നിനക്ക് ഇഷ്ടപ്പെടും. ഐ സ്വെയർ യു വിൽ. എനിക്ക് ഇഷ്ടമല്ലെന്ന്. വീട്ടില് കുഞ്ഞുന്റെ പൂച്ച ഉണ്ടായിട്ട് ഞാൻ അതിന്റെ അടുത്തേക്ക് ഒരുപാട് പോവാൻ നിന്നിട്ടില്ല. എനിക്ക് ഇവളിപ്പോ ഇങ്ങനൊക്കെ പറയും. ഇനി കുറച്ച് കഴിഞ്ഞാല് എന്നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇവൾക്ക് പൂച്ചനായിരിക്കും. നീ കണ്ടോ? ഞാൻ എടുത്തുതരാം. അതേപോലെ തന്നെ നിനക്കറിയാം ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ എന്തിനാണ് മാച്ചിങ് കളർ? ഞാൻ മാച്ചിങ് കളർ തന്നെ വാങ്ങി, മനസ്സിലായില്ലേ? ഇവിടെ നമ്മള് വൃത്തിയാക്കിട്ടത്. നീ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടു. ഇവള് സങ്കടപ്പെട്ട് ഇവള് കരയാൻ പോവാണ്. ഒന്നാമത് ഇവിടെ സ്പേസ് ഇല്ല. വലിയ വീടായിരുന്നെങ്കിൽ നീ ഏതെങ്കിലും മൂലക്കിട്ട് വളർത്തിക്കോ. ഐ ഡോണ്ട് കെയർ. ബട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത് തുറന്ന ഇതെന്താ പറയുക, ഞാനും ആദ്യം ഇങ്ങനെ തന്നെ ആയിരുന്നു. എനിക്കും പൂച്ചയുടെ ഇഷ്ടമല്ല, ഇത്ര താല്പര്യം. പക്ഷെ വൺസ് നമ്മൾ അതിലേക്ക് ആയി കഴിഞ്ഞ് പൂച്ച നമ്മളോടുള്ള സ്നേഹം നമ്മളുടെ അടുത്തുനിന്ന് കടക്കുന്ന കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് പൂച്ചനെ സ്നേഹിച്ചു പോകും. അതാണ് നമ്മള്. എനിക്ക് നിന്നെക്കാട്ടിൽ ഇഷ്ടമല്ലായിരുന്നേ. ഞാൻ കാണിച്ചല്ലേ അതിനൊന്നും കുളിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സൈഡിന്റെ രോമൊക്കെ നോക്ക്. ഒരു ഗ്രൂം പോലും ചെയ്യാതെ എവിടെന്നൊക്കോ ആണ് കിടക്കുന്നത്. വേറെ നല്ല പൂച്ച. ഇതാണ് അൽഫി. എടുത്തിരിക്കും ബേബി. ഇതാണ് അൽഫി. രണ്ട് പൂച്ച. ബേബി എന്ത് പേടിക്കണേ? എനിക്ക് താല്പര്യം. ഇത് നോക്കി ഒന്നും ചെയ്യൂല നിന്നെ. വീട്ടിലത്തെ പൂച്ച ഇതിനും ഭംഗിയുണ്ട്. ഇതേ നോക്കി ഇതിന്റെ രോമൊക്കെ നോക്കുന്നത്. അത് ചെറിയൊരു പൂച്ചായിട്ടാണ് ഇത് അടുത്തതാക്കണ.
കണ്ടാ സാലി തിരിച്ചു കൊണ്ട് കൊടുക്ക്. നീ ഇതികളൊന്ന് പിടിക്കുക, നീ ഇന്ന് ഇതായിട്ട് മനസ്സിലാക്കി നടക്കുന്ന കണ്ടില്ലേ, എന്തൊരു അഡോറാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗേ ഇഷ്ടല്ല. തുക്കുടു ഒരുത്തൻ അവിടെ തന്നെ നിന്നിട്ട് അതെന്തോ പേടിച്ച് നിക്ക, ഇതിനൊക്കെ വല്ല അസുഖം വരൂട്ടോ സാലി. എടാ നിന്റെ കൂടെ സത്യം പറയാലോ, നിന്റെ കൂടെ നടന്നിട്ട് ഇതിന് വല്ല അസുഖം വരും. ഇതൊക്കെ നശിപ്പിക്കൂല. കൈ കുടുങ്ങി, എടുത്തു കൊടുക്ക്, കൈ കുടുങ്ങി. കൈ കുടുങ്ങിട്ടൊന്നുമില്ല, ആദ്യം തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനുള്ള പാപം നിനക്ക് കിട്ടും. ആര് ദ്രോഹിക്കുന്നത്? സിറാത്ത് പാലല്ല നിനക്ക് ദ്രോഹിക്കല്ല. നമ്മളിതിനെങ്ങനെ എടുത്ത് മാറ്റിത്തരാം മക്കൾക്ക് മാറ്റിത്തരാം. ചേട്ടാ 2 മക്കളെ ഞാൻ വാങ്ങിയതാ. എന്താ ഇതിന്റെ ഒരു നടത്തം അച്ചടാ, നോക്കണ സാധനം ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു. ഓസി ഇവൾക്ക് ഓസിഡ് ഉണ്ടായത് കൊണ്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. വേറെ സീനൊന്നുമില്ല. നമ്മളെ ചങ്ക എൻ്റെ ഈറ്റകൾ ഇങ്ങനെ ഇവിടെ ഓടി നടന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മളിതിന് ലൈവ് വരും. കണ്ടോ, മിണ്ടൊന്നും കൂടില്ല. ഇഷ്ടപ്പെട്ടുപോയി ഇവർക്ക് ഇഷ്ടപ്പെട്ടുപോയി അല്ലേ മക്കളെ? മക്കളാണിത്. കണ്ടോ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നത് കണ്ടോ. ഇതാണ് അൽഫി. ആരാണ്? നിനക്ക് ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് സാലി 1 മണിക്കൂർ നീ ഇതുങ്ങളോടുള്ള കളിച്ച് പിടിച്ച് പൂതി കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തോളൂ. ഇല്ല നമ്മളിത് വാങ്ങിക്കാൻ നമ്മള് ഇതിന്റെ പുറത്ത് കാലൊക്കെ സ്കിപ്പായി ഞാൻ നിന്റെ വീട്ടിൽ പോകാൻ പോവാ. നീ എന്നാ നിന്റെ പൂച്ചയായിട്ട് ഇരുന്നോ, ഞാൻ പോവാ. ഇല്ല ഒന്നല്ല, നിനക്ക് തീരുമാനിക്കാൻ ഞാൻ വേണോ പൂച്ച വേണോ? ഞാൻ മേല് വേദന ആക്കുന്നിട്ട് സാലി. അതിന്റെ നഖം പോലും വെട്ടിയിട്ടില്ല, അതേ അതിന്റെ ഉള്ളിലേക്കൊക്കെയാ പോകുന്നേ. നീ പൂച്ചല്ലേ, ഇത്രയും ചെറിയ പൂച്ച. ബേബി ഒന്നോടെ അങ്ങോട്ട് വാ. ഇറങ്ങി കളിക്കല്ലേ, എനിക്ക് പണി ഉണ്ടാക്കരുത്. അൽഫിയുടെ നോക്കുന്നുണ്ട്, നല്ല കുട്ടിയായി നിക്കണം കേട്ടോ. ഇതെങ്ങാനിവിടെ മൂത്രമൊഴിച്ചത്, ഇതിനെന്തോ കുഴപ്പമുണ്ട്. ഇതെങ്ങാനും മൂത്രമൊഴിക്കാൻ പോണേ. നീ മൂത്രമൊഴിക്കോ? സോഫമേലൊന്നും ഒഴിക്കരുത് കേട്ടോ. നിലത്തെടുക്ക്, സോഫന്ന് മാറ്റ്. എന്തിനാണ്? ഒന്നില്ല, അതിന്റെ നഖമൊക്കെ വെട്ടിയ സാധനത്തിനെ കൊണ്ടുവരാം. താഴെ ഇറക്ക്. എങ്ങാനും മൂത്രമൊഴിക്ക് അപ്പിട്ട ചെയ്ത നീ തന്നെ ചെയ്തോളണം. അതിനുള്ളിൽ പോയി അത് ഷോക്ക് അടിക്കും. ബേബി എല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഡോണ്ട് വറി. നമ്മൾ അതിന്റെ കളി കണ്ടോ, അതിന്റെ കുസൃതി കളി കണ്ടോ അവരുടെ. ഒരുത്തവിടെ അങ്ങനെ ചാടി നമ്മൾ താല്പര്യം ഉണ്ടാക്കി എടുക്കും. കപ്പിൾ കോഴ്സ് എന്റെ PC ആണ് മാന്തി പറിക്കണത് ആദ്യം തന്നെ വന്നിട്ട്. എടാ മക്കളെ, എന്റെ കുട്ടന്മാരെ കളിക്കണോ കൽഫി? ഇങ്ങനെ തോന്നുന്നു എനിക്ക് ഇറ്റളെ പറഞ്ഞേക്കാന്. മക്കളെ താത്ത സീനാണ് മക്കളെ, എന്റെ താത്ത സീനാണ്. ഞാൻ കുഞ്ഞുവിനെ വീഡിയോ കോൾ ആയിട്ടോ. അനങ്ങാല് 2 പേരുട്ടോ. മക്കളെ നീ പറഞ്ഞ അനുസരണയില്ല, നീ അനുഭവിക്കും. നിനക്ക് ഞാൻ 1 hour സമയം തരാം, നീ എന്ത് വേണേലും ചെയ്തോ. അല്ലെങ്കിൽ ഞാൻ 3 പേരെ ഇറക്കി വിടും. ചീത്തപ്പേരുണ്ടാക്കരുത്, മനസ്സിലായോ? 3 പേരെ ഞാൻ ഇറക്കി വിടും. ചീത്തപ്പേരുണ്ടാക്കല്ലേ. മോനെ ഷോക്ക് അടിക്കും മോനെ. ഹലോ, ഈ ചെങ്ങായി എന്താണ് കാണിക്കുന്നത്? പറപ്പ് കാണിക്കല്ലേ കേട്ടാ. 2 ആളുകൾ നോക്കണേ. ഇപ്പൊ എങ്ങനെ കിടക്കേണ്ടി വരില്ല. ബേബി ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ലാസ്റ്റ് നമുക്ക് അതിനവിടെ വെക്കാം. ലാസ്റ്റ് വി ടോക്കിംഗ് ആൻഡ് വി ഹാവ് ടു ഡിസൈഡ്. അതിനെ വെക്കണോ അതോ ഇത് വെച്ചേർന്ന് കിട്ടണോ? ഞങ്ങളിപ്പോ കുറച്ചേരം സംസാരിച്ച് ഞങ്ങൾ തീരുമാനത്തിലെത്തി. ഇങ്ങോട്ടോ അടുത്ത പൂച്ചനെ ഞാൻ ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. വേറൊന്നുമല്ല, ആക്ച്വലി ഇതൊരു പ്രാങ്ക് ആയിരുന്നു. അത് എല്ലാവരോടും ഇതൊരു പ്രാങ്ക് ആയിരുന്നു. പക്ഷേ ഈ പ്രാങ്കിൽ ഞാൻ പ്രാങ്കായി. കാരണം എനിക്കിതിലെ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇവിടെ എത്തി ഞാൻ കുറച്ച് കൊണ്ടുപോയി. പക്ഷേ ഈറ്റുങ്ങളെ കരച്ചിലും ഇതൊക്കെ കേട്ടപ്പം എനിക്ക് ഇത് കൊടുക്കാൻ തോന്നുന്നില്ല.
പക്ഷെ ഞാനിപ്പോ തന്നെ പക്ഷെ ഇറ്റുള്ള ഓട്ടും ചാട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര കണക്റ്റായി പോകുമെന്ന് പേടി. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കട്ടെ. കുറച്ച് നേരം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും കൊടുക്കൂല. അപ്പൊ നാളെ കാണാം ഗൈസ്, നാളെ കാണാം. ഞാൻ റീലും കൂടി ഷൂട്ട് ചെയ്യട്ടെ, ഏതായാലും കൊണ്ടുപോകുന്നല്ലേ. അപ്പം റീലും കൂടി ഷൂട്ട് ചെയ്ത് കൊണ്ടാക്കാൻ പോകും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വളർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പക്ഷെ പൂച്ചൻ്റെ അത്ര രസം എനിക്ക് തോന്നുന്നു മക്കളെ. ഐ വിൽ. ഓക്കെ, ടാറ്റ ഗൈസ്, ബൈ ബൈ.